ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് എന്താ പറയണ്ടേ, എന്റെ നാട്ടുകാരനെ എന്റെ കുട്ടിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് ഗ്രഹങ്ങൾ എന്റെ കുട്ടി എത്തട്ടെ. മോനെ ഒരിക്കലെങ്കിലും ചേച്ചി കാണണമെന്ന് ആഗ്രഹമുണ്ട്. വരുമെന്ന് ചേച്ചി പ്രതീക്ഷിക്കുന്നു. മോനെ വല്ലാത്ത ജാതി ചേച്ചി ഹൃദയത്തിൽ തൊട്ട് പറയാ, ഞാൻ മോന്റെ ഓരോ വീഡിയോ കണ്ടിട്ടും ഒരുപാട് ചിരിച്ചു പോകാറുണ്ട്. അത്രയേറെ ദുഃഖം കൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് തുറക്കാറ്. അപ്പൊ തുറന്ന് സ്ക്രോൾ ചെയ്ത് പോണ കൂട്ടത്തില് മോന്റെ വീഡിയോ കാണും. അപ്പൊ ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ഇടും. ആ കാണും, ഒരുപാട് ചിന്തിക്കും, ഒരുപാട് ചിരിക്കും. അതൊക്കെ ഒരു എന്താ പറയാ, ദുഃഖത്തിന് ഔഷധം പകർന്നുകൊണ്ടാണ് മോന്റെ ഓരോ വീഡിയോ മുന്നോട്ട് കടന്നു പോകുന്നത്. ആ എന്താ പറയാ, വിനയത്തിലുള്ള ആ സംസാരവും അതുപോലെ തന്നെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു വീഡിയോയും ആ ഒരു വിനയം, ആ സംസാരം തന്നെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ലെവലിലേക്ക് എന്റെ കുട്ടിയെ വളർത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിന്റെ വിനയവും നല്ല ചിന്തിപ്പിക്കുന്നതുമായ വീഡിയോകൾ കടന്നു പോകട്ടെ. എല്ലാവിധ ആശംസകളും. ചേച്ചി നമ്മളൊരു ഭയങ്കര ഫോളോവറാട്ടോ. ചേച്ചി എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ ഇന്ന് ചേച്ചിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി വന്നേക്കാണ്. ചേച്ചി ഒരു ചില്ലറക്കാരിയല്ല, ഒരു എഴുത്തുകാരി കൂടിയാണ്. ചേച്ചി എഴുതിയതാണ് ഒറ്റമുറിയിലെ സൂര്യൻ അല്ലേ? അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും ചേച്ചിയുടെ ഈ ഒരു ബുക്ക് മേടിക്കുക, ചേച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മളൊക്കെ വേണം അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറം ലോകം ഒന്നും അറിയില്ല, ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അറിയപ്പെടാണ്ട് നിൽക്കുന്നത് അല്ലേ? ചിരിപ്പിക്കാൻ എല്ലാവരും കഴിയില്ല മോനെ. അതൊരു വലിയൊരു കാര്യമാണ്. ചിരിപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. മനസ്സിലായ? എനിക്കൊന്നും ഒരാളെ ചിരിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ചിരിപ്പിക്കാൻ. കാരണം നമുക്ക് ചിരി എന്ന് പറഞ്ഞ സംഭവം നമ്മ മറന്നു പോയിരിക്കുകയാണ്. മനസ്സിലായ? എന്താ പറയാ, ഭയങ്കര അഭിമാനം തോന്നി. ഞാൻ ഇത് പിടിച്ചു നിൽക്കുന്നുണ്ടപ്പോ, സർട്ടിഫിക്കറ്റ് പിടിച്ചു നിൽക്കുന്നുണ്ടപ്പോട്ടെ എല്ലാത്തിനും അഭിമാനം തോന്നി. അപ്പൊ ചേച്ചിനെ കാണാൻ വരുന്ന പറഞ്ഞപ്പോ ഒലീവ്, നമ്മുടെ ഒലീവ് ഹോസ്പിറ്റലിലെ ചിലങ്കയുള്ള, അപ്പൊ അവര് ചേച്ചിക്കൊരു പെരുന്നാൾ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചിനെ കാണാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം. എനിക്ക് അതിലിരട്ടി സന്തോഷം.